നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബജറ്റ് സമ്മേളനം ആരംഭിക്കാനിരിക്കെ നയപ്രഖ്യാപനത്തിൽ ഗവർണറെ വെട്ടിലാക്കാൻ സർക്കാർ. സംസ്ഥാന സർക്കാരിനെ രൂക്ഷമായി വിമർശിക്കുന്ന ഗവർണറെ കൊണ്ട് കേന്ദ്രത്തിനെതിരെ കടുത്ത പരാമർശങ്ങൾ നടത്തിക്കാനാണ് സർക്കാരിന്റെ നീക്കം. ഗവർണർ നടത്തേണ്ട പ്രസംഗത്തിൽ രൂക്ഷമായ ഭാഷയിലാണ് കേന്ദ്രത്തിനെതിരെ വിമർശനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 25 നടത്തുന്ന പ്രസംഗത്തിൽ ഗവർണർ ഇക്കാര്യങ്ങൾ വായിക്കുമോ എന്നാണ് കേരളം ഉറ്റുനോക്കുന്നത്. പ്രസംഗത്തിന് കഴിഞ്ഞ മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. സംസ്ഥാനം കൈവരിച്ച നേട്ടങ്ങളും നടപ്പാക്കാൻ പോകുന്ന നയങ്ങളുമൊക്കെ വിശദീകരിക്കുന്നതിനിടെ കേന്ദ്രത്തിനെതിരെ കാര്യമായ വിമർശനങ്ങളും പ്രസംഗത്തിലുണ്ട് എന്നാണ് സൂചന. കേരളത്തോട് കേന്ദ്രം കാട്ടുന്ന സാമ്പത്തിക വിവേചനവും എടുത്തു പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രം സാമ്പത്തിക ഉപരോധം തീർക്കുന്നുവെന്ന് CPM ആരോപണം ശരിവെക്കുന്ന തരത്തിലാണ് മന്ത്രിസഭാ യോഗം അംഗീകരിച്ച പ്രസംഗം ഗവർണർ അംഗീകരിച്ച ശേഷമാണ് നിയമസഭയിൽ വായിക്കുന്നത്. മന്ത്രിസഭാ യോഗം അംഗീകരിച്ച പ്രസംഗത്തിൽ മാറ്റം വരുത്താൻ ഗവർണർക്ക് അധികാരമില്ല. ആകെ ചെയ്യാവുന്നത് യോജിപ്പില്ലാത്ത ഭാഗങ്ങൾ വായിക്കാതെ വിട്ടുകളയാം എന്നുള്ളത് മാത്രമാണ്. ഗവർണർ വായിച്ചില്ല എങ്കിലും അവയൊക്കെ ഗവർണറുടെ പ്രസംഗം എന്ന നിലയിൽ നിയമസഭയുടെ ഭാഗമാകും. ഗവർണർ വായിക്കുന്നതല്ല, മന്ത്രിസഭ അംഗീകരിക്കുന്ന പ്രസംഗമാണ് നിയമസഭ സ്വീകരിക്കുക. പൗരത്വ ഭേദഗതി നിയമത്തിന്റെ സമയത്തും സമാന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. കേന്ദ്രത്തിന് എതിരായതൊന്നും വായിക്കില്ല എന്ന നിലപാട് അന്ന് ഗവർണർ ആദ്യം സ്വീകരിച്ചു. പിന്നീട് നിയമസഭയിൽ മന്ത്രിസഭ അംഗീകരിച്ച പ്രസംഗം പൂർണ്ണമായി അദ്ദേഹം വായിക്കുകയും ചെയ്തു. അന്ന് മുഖ്യമന്ത്രിയും ഗവർണറുമായുള്ള ഏറ്റുമുട്ടൽ ഇത്ര തന്നെ രൂക്ഷമായിരുന്നില്ല. ഇന്ന് അതല്ല സ്ഥിതി. ഗവർണർക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുകയും CPM തുറന്ന ഏറ്റുമുട്ടലിന് തയ്യാറെടുക്കുകയും SFI നേതാക്കൾ തെരുവിൽ ഗവർണറിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയും ഒക്കെ ചെയ്തൊരു പശ്ചാത്തലവും കൂടിയാണ്. ഏറ്റവും ഒടുവിലായി മന്ത്രി ഗണേഷ് കുമാറിന് സത്യപ്രതിജ്ഞയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയെ അടുത്ത് കണ്ടപ്പോൾ പോലും മുഖം കൊടുക്കാതെ ഗവർണർ മാറി നിൽക്കുകയായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിലെത്തിയപ്പോൾ സ്വീകരിക്കാൻ തൊട്ടടുത്ത് മുഖ്യമന്ത്രി ഉണ്ടായിരുന്നവരും അപ്പോഴും അറിഞ്ഞ ഭാവം പോലും ഗവർണർ കാട്ടിയിരുന്നില്ല. കഴിഞ്ഞ തവണ AM ഷംസീർ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ഈ ഒരു നിയമസഭയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് അദ്ദേഹം രാജ്ഭവനിൽ എത്തിയപ്പോഴും അത് തന്നെയായിരുന്നു മുഖഭാവം. ഈ സാഹചര്യത്തിലും ഭരണഘടനാപരമായ ഉത്തരവാദിത്വം നിറവേറ്റുമെന്ന നിലപാടിൽ തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. എന്നാൽ അതിൽ കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനം വായിക്കുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്.